കഴിഞ്ഞ ദിവസം സമരക്കാരും പോലീസും തമ്മിലുള്ള സംഘർഷമുണ്ടായി. അതിനെ തുടർന്ന് ഈ സമരക്കാരിൽ ഒരാൾ കുഴഞ്ഞു വീഴുകയും മരിക്കുകയും ചെയ്തിരുന്നു. ഇതൊരു വലിയ പ്രതിഷേധമായി മാറിയിരിക്കുന്നു. ഇന്ന് കർഷക സംഘടനകൾ രാജ്യവ്യാപകമായി കരിദിനത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു. ഒപ്പം തന്നെ ട്രാക്ടർ റാലിക്കും ആഹ്വാനം നൽകിയിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ കർഷക സംഘടനകൾ മുൻപോട്ട് വെച്ചൊരു പ്രധാനപ്പെട്ട ആവശ്യം ഈ മരിച്ച സമരക്കാരൻ്റെ, അതായത് ശുഭകരൻ സിംഗ് എന്ന് പറയുന്ന ഈ സമരക്കാരൻ്റെ കുടുംബത്തിന് 1 കോടി രൂപ നൽകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു സമരക്കാർ. ഇതിന് മറുപടിയുമായി ഹരിയാന പോലീസ് രംഗത്തെത്തിയിരിക്കുന്നു. ഹരിയാന പോലീസ് പറയുന്നത് ഇത്രയും ദിവസം, ഇന്ന് 11ാമത്തെ ദിവസമാണ് സമരം, ഇത്രയും ദിവസം നിങ്ങൾ പൊതുമുതലും സ്വകാര്യ മുതലും നശിപ്പിച്ചതിൻ്റെ കണക്കെടുത്ത് വരികയാണ്. ആ പണം നിങ്ങൾ തിരിച്ചടച്ചേ മതിയാകൂ, ഇല്ലെങ്കിൽ നിങ്ങളുടെ സ്വത്തുക്കളും ബാങ്ക് അക്കൗണ്ടുകളും കണ്ടുകെട്ടും. സുപ്രീം കോടതി വിധി 1984 വിധി അനുസരിച്ച് പൊതുമുതൽ നശിപ്പിക്കുന്ന തടയൽ നിയമം അനുസരിച്ച് ഈ സമരത്തിന്, ഈ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന സംഘടനകൾ, ഇത് നശിപ്പിക്കുന്നവർ ഇവരുടെ സ്വത്തുക്കളും ബാങ്ക് അക്കൗണ്ടുകളും കണ്ടുകെട്ടും. ആ ഒരു നടപടിയിലേക്ക് ഞങ്ങൾ പോവുകയാണ്, കണക്കെടുത്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് ഹരിയാന പോലീസ് പറഞ്ഞത്. അതൊരു വലിയ നീക്കം തന്നെയാണ്. നമുക്കറിയാം, യുപിയിലും എന്തിനേറെ പറയുന്നു, നമ്മുടെ ശബരിമലയിൽ പോലും ആ ഒരു പ്രക്ഷോഭകാലത്ത് പൊതുമുതൽ നശിപ്പിച്ചതിൻ്റെ പേരിൽ അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന രീതിയിലേക്കുള്ള നിയമ നടപടികൾ പോലും അത് ഈ രാജ്യത്ത് പലയിടത്തും ഇപ്പോൾ നടപ്പാക്കി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹരിയാന പോലീസും അത്തരത്തിൽ തന്നെയാണ് പറയുന്നത്. ഏതായാലും സമരക്കാർ 1 കോടിയും ചോദിച്ചു ചെന്നപ്പോൾ കോടികളുടെ കണക്ക് ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, തരാമെന്നാണ് ഹരിയാന പോലീസ് പറയുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.